പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സെക്യൂരിറ്റി യൂണിയനിൽപ്പെട്ട അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് VN നാസർ സാഹിബിൻ്റെ അനുസ്മരണ യോഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ബാത്റൂം പോകാനും ഒന്നും കഴിയില്ല. അപ്പോൾ ഈ നാസറാണ് ഒരു പക്ഷേ ജ്യേഷ്ഠന്മാർ പക്ഷേ നമ്മളെ നോക്കും. അത്രമാത്രം പിന്നെ എൻ്റെ എല്ലാം നമ്മൾ വെട്ടി കിടന്ന് എല്ലാം ചെയ്യുമ്പോഴത്തേക്കാണ് എൻ്റെ അവസ്ഥ. എല്ലാം ശരിയാക്കി എല്ലാം ക്ലീനാക്കി തന്നിരുന്ന ഒരു വ്യക്തിയാണ് നാസർ. ഒരിക്കലും മരണം വരെ വണ്ടൂർ മണ്ഡലം STU കമ്മിറ്റിയുടെ കീഴിലാണ് ഈ അനുസ്മരണ യോഗം വണ്ടൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടുന്ന് എങ്കിലും തുടങ്ങണം. നാസർ എന്ന് പറയുന്നത് പാരമ്പര്യമായ മുസ്ലിം ലീഗാണ്. അവന്റെ വാപ്പ വാളപ്ര വണ്ടൂർ മണ്ഡലം സെക്രട്ടറി റൌഫ് സാഹിബ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വലിയ പഴയകാലത്തെ വലിയ തറവാട് ആണ്. പഴയ മുസ്ലിം ലീഗ് കുടുംബമാണ്. ബാഫയ്ക്ക് തങ്ങളെ കൂടെ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ് വാളപ്ര സൈതലവി അവന്റെ വാപ്പ. ആ കാലത്ത് ഇവന്റെ 4ാമത്തെ വയസ്സിൽ ഇവനും അവന്റെ വാപ്പയും എന്താണ് തങ്ങളും ഒരുമിച്ചെന്ന് ഫോട്ടോ എടുത്ത ഫോട്ടോ അന്നത്തെ കാലത്ത് ഞങ്ങൾ കണ്ടിരുന്നു. അത്രമാത്രം. അതുപോലെ തന്നെ സ്പിന്നിംഗ് മില്ലിലെ STUവിൻ്റെ സെക്രട്ടറിയും ET മുഹമ്മദ് ബഷീർ പ്രസിഡന്റുമായിട്ട് അവർ ഒരുമിച്ച് കൊടുത്തു. പോരുന്നതിന് മുമ്പ് SLC കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് അന്ന് തന്നെ കിസാൻ ബസ്സിലേക്ക് പിന്നെ പോയി. ബസ് കയറി ആ ബസ്സിൽ ഇങ്ങനെ ഡോറിൽ നിന്ന് 2ാമത്തെ ദിവസം കണ്ടക്ടർ ബാഗ് കൊടുത്തു. പിറ്റേ ദിവസം കണ്ടക്ടർക്ക് എന്തോ പ്രശ്നം പറ്റി. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട് വരെ ഒരൊറ്റ ദിവസത്തെ പരിചയം കൊണ്ട് കണ്ടക്ടർ പിരിച്ച് 300 രൂപ നഷ്ടം വന്നപ്പോൾ ഒരാൾ ബേജാറായി. അപ്പോൾ കിസാൻകാർ ഒരു കുടുംബമാണ്. അപ്പോൾ ആരെയും അറിയിക്കേണ്ട, ഷോർട്ടാണെന്ന് നോക്കണം, ഞാൻ സഹിച്ചോണ്ട്. എങ്കിൽ പോലും 4ാമത്തെ ദിവസം ഒരു ഷോർട്ട് തീർന്നു മാത്രമല്ല 20 രൂപ. ഞങ്ങൾ കഴിഞ്ഞ മാസം STUവിൻ്റെ 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ 2 പേർക്കും 1 രൂപയാണ് കിട്ടിയത്. ഒരു പക്ഷേ അന്ന് തങ്ങൾക്ക് മാറ്റി റൂമായിരിക്കാം. ആ സമ്മേളന നഗരിയിൽ തന്നെ ഉള്ള ഏറ്റവും സൗകര്യമുള്ള റൂമിൽ ലിഫ്റ്റ് വന്നിട്ട് ഇറങ്ങി തൊട്ട് ചാരി കിടക്കുന്ന ഏറ്റവും നല്ല റൂം VIP റൂം. അതിൽ എനിക്ക് നാസർ ബഹുമാനപ്പെട്ട മണ്ഡലം ജില്ലാ പ്രസിഡന്റ് VK തങ്ങൾ നിങ്ങളോട് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കും. ചെറിയ ഷോർട്ട് ടൈമിലാണ് പ്രസിഡന്റ് സെക്രട്ടറിമാർ എല്ലാവരും ഞങ്ങൾ ആ പിന്നെ ഗ്രൂപ്പിനകത്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഈ പോസ്റ്റ്, ഈ നേരക്കാരുടെ ഞങ്ങളുടെ ഈ പോസ്റ്റ് അതിനകത്ത് അത് പ്രതികരിച്ച് പോകുന്നത് കണ്ടിട്ട് ഞാനിപ്പോൾ ഈ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി ഞങ്ങൾ സ്വാഗതം പറഞ്ഞ പ്രോത്സാഹിച്ചു. വ്യക്തിപരമായി പല ആൾക്കാരും അറിയാത്തത് കൊണ്ട് ചില ആൾക്കാരെ പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നിയോജക മണ്ഡലത്തിലെ പിന്നെ സെക്രട്ടറി ഇവിടെ സംസാരിക്കും. ഈ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി. അതേപോലെ തന്നെ പ്രിയപ്പെട്ട MK നാസർ കൊല്ലൂർ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിനും വൈസ് പ്രസിഡന്റ്. ഈ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഇപ്പോഴത്തെ വണ്ടൂർ പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സൈജല്. ഈ പഞ്ചായത്തിലെ ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മണ്ഡലത്തിലെ മണ്ഡലത്തിൽ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് പിന്നെ ഞാനിത് പരിചയപ്പെടണം. ഇതിൻ്റെ ഒരു അടിസ്ഥാനം അവിടെയാണ്. ശരിക്കും ആ വ്യക്തി എന്ന നിലയ്ക്ക് ഞാനീ കാര്യം
അനുഭവം എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ അപ്പോൾ അതേപോലെ തന്നെ പിന്നെ നാസർ പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡന്റ്, ഈ പഞ്ചായത്തിലെ ട്രഷററാണ് പ്രിയപ്പെട്ടത്. മൂപ്പര് ഒരു പുളി നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് നിലനിൽ ഇന്ന് ഞങ്ങൾക്ക് പരിപാടിയുണ്ട്. ഞാൻ ഈ മനസ്സിലാക്കുന്ന കഴിഞ്ഞ് രാവിലെ വരെ നാസറൊക്കെ ഇപ്പോൾ ഈ പുള്ളിയോട് കൂടിയിട്ടാണ് പിന്നെ കേട്ടുകൊണ്ടുണ്ടാവും ഈ പഞ്ചായത്തിലെ ഈ പ്രദേശത്തെ മുഴുവൻ കോൺടാക്ട് കാര്യങ്ങൾ. ഇപ്പം തന്നെ അയാളെ വർക്കും കാര്യത്തിലും പിന്നെ പഠിക്കാനുമായി സെക്രട്ടറി, സംസാരി, മറ്റ് നേതാക്കളെ, മുകളുടെ പഞ്ചായത്ത് സ്കൂളിലെ സെക്രട്ടറി നാസർ നേതാക്കളാണ് എല്ലാവരും പേര് പറയാൻ നേരം ഉപയോഗിക്കുന്നില്ല. അതുപോലെ SPDയുടെ പെയിന്റിംഗ് തൊഴിലാളികളുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുക്ക, നേതാക്കൾ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട നാസർ സാഹിബിൻ്റെ അനുസ്മരണ യോഗത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹവുമായി കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട STU മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാക്കുട്ടി നിങ്ങളോട് സംസാരിച്ചു. ഒരുപാട് സംസാരിക്കാൻ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള കുമ്മനായ VA ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ഞാനും അദ്ദേഹവുമായിട്ട് 1-2 കാര്യങ്ങളാണ് ഇടപെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി തൊഴിലാളികളുടെ ഒരു വിഷയവുമായി ആലൂർ ഹോസ്പിറ്റലിലെ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം ഞാനും കുമ്മനായ VA നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് അസ്കറുമായി ഒരു നിറസാന്നിധ്യമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു നാസർ. അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ പാർട്ടിക്കും അതുപോലെ തന്നെ സംഘടനക്കും എല്ലാം വളരെ വലിയൊരു നാസറിന്റെ ഏറ്റവും വലിയ സുദീർഘമായ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളായിരുന്നു. ഇതൊക്കെ മരണത്തിന്റെ മുന്നേ എല്ലാവരും ക്ലിയറായി, എല്ലാവരും ബോധ്യപ്പെട്ട രീതിയിലേക്ക് നാസറിന്റെ മരണമായിട്ടുണ്ട്. ആ മരണത്തോടെ പിന്നെ എല്ലാവരും ഞാൻ നാസറാക്ക മരിച്ച വിവരം പിറ്റേ ദിവസമാണ് അറിയുന്നത്. അന്ന് നമുക്കറിയാം കുട്ടിക്കലാശം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് നിങ്ങളോട് അസ്വസ്ഥത ഉണ്ടായി. ഞാൻ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം കുഞ്ഞാക്കുട്ടി പറഞ്ഞപ്പോഴാണ് നാസറാക്ക മരിച്ച വിവരം ഞാൻ അറിയുന്നത്. STUവിൻ്റെ പ്രവർത്തക നേതാക്കളുടെ ഇടയിൽ ഒരു ആത്മബന്ധമുള്ള ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട നാസറാക്ക. ഞാൻ മുമ്പേ ഫസ്റ്റ് കാണുന്നത് മലപ്പുറത്ത് നിന്ന് ഞാൻ വിയക്കത്തങ്ങളുടെ കൂടെ കാറിൽ പോവുകയാണ്. അപ്പോൾ വിയക്കത്തങ്ങളുടെ മുമ്പിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നോ എന്ന് പറഞ്ഞ STU ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് പോകാൻ. അപ്പോൾ ഓർക്കേണ്ട അറിയില്ല. STU ഓഫീസിൻ്റെ അവിടെ നിന്ന് മുമ്പിൽ കയറി ഞാൻ മഞ്ചേരിക്കറ്റുണ്ട് കാരണം. അപ്പോൾ കയറിയത് മുമ്പിലാണോ ആ സൈഡിലല്ലേ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ STUവിൻ്റെ നാസറാണ് പറഞ്ഞത്. അതായത് വിയക്കത്തങ്ങൾ പറഞ്ഞു ഇജിപ്പോൾ STUവിൻ്റെ നാസറാണ്, ഇജിപ്പോൾ അഖിലേന്ത്യത്തിലുള്ള നേതാവല്ലേ, എന്നെപ്പോഴും അറിയാൻ ഞാൻ പറഞ്ഞു കൊടുക്കാൻ അങ്ങനത്തെ കിട്ടുകയാണ്. ഞാൻ STUവിൻ്റെ അങ്ങനെ നേതാവാണ്, ഞാൻ കാവനൂരിൻ്റെ നാസറാണ്, നാസർ കാവനൂർ PO അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെതായി. പിന്നെ മാനാക്കി കുപ്പ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ എവിടുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് മഞ്ചേരി ഇറങ്ങിയപ്പോൾ മുമ്പിൽ നിങ്ങൾ ഇറങ്ങി ചായ അടിച്ചിട്ട് പോകാൻ നേരത്തിൽ വിളിച്ച് അപ്പോൾ ഞാൻ മാനാക്കാനോട് ചെന്ന് എന്ത് പറയാനുണ്ട് അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ബന്ധമാണ് കുഴപ്പമില്ല. പിറ്റേത് ഞാൻ ഏകദേശം വീട്ടിൽ രാവിലെ വന്നപ്പോൾ വീട്ടിൽ രാവിലെ അവിടെ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങളെ കണ്ടതാണ്. അന്ന് മുതൽ പിന്നെ ഈ മരിക്കണത് വരെയുള്ള ദിവസങ്ങളിൽ പിന്നെ മുമ്പൊരാൾ വന്നു. പിന്നെ മുമ്പിൻ്റെ വേറെ ആവശ്യം വിളിക്കുകയാണ്. പിന്നെ ഞാൻ നാസർ കാവലൂർ PO ഞങ്ങൾ മറക്കൂല അറിയാം. അങ്ങനെ എല്ലാവരും ബന്ധം പിന്നെ മലപ്പുറത്ത് നിന്നുണ്ടാകും. തോട്ടം തൊഴിലാളി നേതാവ് VTC മുഹമ്മദ് സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളത്. STU നേതാവും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ നസീബ ബീഗം നിങ്ങളോട് സംസാരിക്കുന്നു.
ഉമ്മാനെ വണ്ടി കയറ്റി വിടണം, അത്ര സുരക്ഷിതമായിട്ട് എത്തിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് നാസറാക്ക വണ്ടി പറഞ്ഞത്. അപ്പോൾ ഒരു യാത്രയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എത്ര ഗൗരവക്കാരനാണെങ്കിലും എത്ര നാളൊക്കെ ഒരു സരസമായ ഇവിടെ എത്തുന്നവരെ വളരെ സരസമായിട്ട് സംസാരിക്കുകയും അടുത്ത ഒരു മനുഷ്യൻ സാധു മനുഷ്യൻ. കാരണം അറിയാം, അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിപ്പം അറിയുന്നത് ഇത്രമാത്രം വലിയ ആളാണ് നാസറാക്കാന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അത്ര ഒരു ഇതിലാണ് ഞങ്ങൾ ഇടവരുന്നത്. കാരണം നമുക്കൊരു അടുപ്പം വരുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു സാധാരണ ആൾ നല്ലൊരു തോന്നലല്ലേ. എന്തായാലും അദ്ദേഹത്തിൻ്റെ പരലോകം പിന്നെ നമുക്ക് കൊടുത്തിട്ട് സർവശക്തിയോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. STUവിൻ്റെ സെക്രട്ടറി വിവേകനഗർ പ്രസിഡന്റും അദ്ദേഹം സെക്രട്ടറി ആയ സമയത്താണ് ഓരോ കാര്യങ്ങളിലും അന്ന് കണ്ണൂർ മണ്ഡലത്തിൽ ഇത്ര STU വേരോട്ടമില്ലാത്ത വിനീതനായ എൻ്റെ പ്രസംഗം മാത്രം ഇതിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. അത് വേറെ ആളില്ലാത്തത്. അദ്ദേഹത്തിൻ്റെ പെങ്ങള് നമ്മുടെ ചെട്ടിയാലയിലാണ്. പരിവാരകൊണ്ട് പ്രസിഡന്റ് TK അബ്ദുറഹ്മാൻ സംസാരിക്കുന്നു. ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ കാരണം ഡോക്ടറിനെ അദ്ദേഹത്തെ ഇത്ര വന്നിട്ടുണ്ടാവുന്നില്ല. ഞാൻ കേട്ടപ്പോൾ പോയിട്ട് അത്ര അയാൾക്ക് കൈകാര്യമായിട്ട് ഉള്ളൊരു സംഭവമാണ് ഡോക്ടർ ചോദിച്ചത്. അപ്പം അങ്ങനത്തെ പാലക്കാട് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. അദ്ദേഹത്തിൻ്റെ പേര് സിറാജ് എന്നാവും. ഏത് മേഖലയായിരുന്നു അദ്ദേഹം ഏറ്റെടുത്ത ഒരു ദൗത്യം പരമാവധി 100% അത് വ്യക്തിപരമായിട്ട് എല്ലാവരുടെയും കുറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഒരു നേതാക്കളുള്ളത് കൊണ്ട് മുഴുവൻ ആളുകളെയും ഇതിൽ അന്ന് മുതലേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ പൊതുപ്രവർത്തനത്തിൽ കുറച്ചൊരു ആത്മാർത്ഥത നമ്മളെല്ലാവരും കാണിക്കണം. നാസറാക്കാനെ പോലെ തന്നെ ഇതൊരു ആലങ്കാരികമായ സ്ഥാനമല്ല. ഷൈജല് അതുപോലെ തന്നെ STUവിൻ്റെ മറ്റേ മാനുവൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും അവരൊക്കെ ചെയ്യുന്നുണ്ട്. അവരെ ചെയ്യാൻ ഉദ്ദേശിക്കാൻ ഞാൻ ആളെന്നല്ല പറഞ്ഞത്. നമ്മളെപ്പോലെ തന്നെ സാധാരണ പ്രവർത്തകർ ഈ നാസറാക്ക ചെയ്തതുപോലെ ജനങ്ങളെ അദ്ദേഹം നല്ലൊരു പ്രവർത്തകനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജനങ്ങളിലേക്ക് പാർട്ടി പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് സെക്രട്ടറിമാർക്ക് കൂടി കൂട്ടിക്കൊടുത്തിരുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. സമൂഹത്തിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചെങ്കിൽ നാസറാക്കാൻ്റെ അനുസ്മരണ പരിപാടിയിലാണ്. നാസറാക്കാനൊന്നും പറയാതെ പിന്നെ നാസറാക്കാൻ്റെ ഇവിടെ തങ്ങളുടെ ഭാഗ്യത്തൊന്നും കൊണ്ട് ഞങ്ങൾ ഒരു ദിവസം അപ്പം എന്താ അറിയുന്നതാണ് സന്ദർഭമാണ്. നമുക്ക് എപ്പോഴും കണ്ടാൽ ചൂടാണ് കണ്ടത്. അതായത് സ്നേഹത്തിൻ്റെ പേരിൽ നിൽക്കുന്ന മഞ്ചേരിയിൽ അറിയുന്ന ചായക്കാർ പൈസ നല്ല രീതിയിൽ മനസ്സിലാണ്. മാനു ഏമങ്കാട് നിങ്ങളോട് സംസാരിച്ചു. മരിച്ചിട്ട് നമ്മളൊക്കെ മാത്രം പറയും ഇതുവരെ നമുക്ക് ആർക്കൊരു കാരണപ്പെട്ടാലും നമ്മളൊക്കെ നമുക്കൊക്കെ നാളെ ഇതുപോലെ പ്രസംഗം